നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഗാസ ഒരു സമാധാന കരാർ ട്രംപ് കൊണ്ടുവന്നു. ഒരുപക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഗാസയിൽ വിരിയുമെന്ന് തന്നെ പറക്കുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ ഘട്ടം ബന്ദി മോചനം എന്നുള്ള വലിയൊരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതൊരു പക്ഷേ നിർണായകമായ ഒന്ന് തന്നെയാണ്. അത് ഏകദേശം പൂർത്തീകരിച്ചു. പക്ഷേ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. പക്ഷെ നിലവിലും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഹമാസ് ഇന്നലെ അവിടെ നടത്തിയ ഒരു കൂത്താട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 7 പേരെയാണ് പലസ്തീൻ ജനങ്ങളെ തന്നെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വാർത്ത, ഇസ്രായേൽ സേന 5 പലസ്തീനികളെ വെടിവെച്ചു കൊന്നു എന്നുള്ളത്. അപ്പോൾ വെടിനിർത്തൽ എന്നുള്ള കരാർ ലംഘനമല്ലേ അവിടെ നടന്നത്? ഗാസയിൽ സമാധാനമുണ്ടായി എന്ന് നമ്മളെല്ലാവരും തന്നെ പല വീഡിയോകളിലും നമ്മൾ തന്നെ പറഞ്ഞിരുന്നു. അതൊരു നമുക്കും വലിയ സമാധാനമായിരുന്നു. ഒരു യുദ്ധം 2 വർഷമായിട്ട് നീണ്ടു നിന്ന യുദ്ധം അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞു. 20 ബന്ദികളെ വിട്ടുകിട്ടിയപ്പോൾ നമ്മളും അതുപോലെ സന്തോഷിച്ചിരുന്നു. ലോകം മൊത്തം സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന അവസ്ഥ, ഈ 20 ബന്ദികളെ വിട്ടുകിട്ടി വെടിനിർത്തലിൻ്റെ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇസ്രയേലിൽ ഗാസയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ തന്നെ പറഞ്ഞിരുന്നു, ആ നിമിഷം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു, ഗാസയിലേക്ക് ഈ സ്പെഷ്യൽ ഫോഴ്സിൽ വന്നവർ 7000-ലധികം ഹമാസുകൾ തന്നെയാണ് വന്നത്. അവർ വെറുതെ യൂണിഫോം മാത്രമേ മാറിയിട്ടുള്ളൂ, ആൾക്കാർ അത് തന്നെയായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് ഏകദേശം സത്യമാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാർത്തയിൽ പറയുന്നത്. നമ്മളൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് 7 പേര് തലയിൽ കണ്ണെല്ലാം കെട്ടി കുനിഞ്ഞ് മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. ചുറ്റും ആൾക്കാർ അട്ടഹസിക്കുകയാണ്. ദൈവം വലിയവനാണെന്നും അല്ലാഹു അക്ബർ എന്നുള്ള വിളികൾ കേൾക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്നത് ഈ 8 പേരും മുന്നോട്ട് വീഴുന്നതാണ്. 8 പേരെയും വെടിവെച്ചു കൊന്നു. അതെ. അപ്പോൾ വലിയൊരു ആർപ്പ് വിളിയാണ് അവിടെ കേൾക്കുന്നത്. അവിടെ അല്ലാഹു അക്ബർ വിളികൾ മാത്രമേ പലസ്തീനിയരെ തന്നെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് മറ്റൊരു സംശയം, ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കുമ്പോൾ നെതന്യാഹു അവിടെ ഇല്ല, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ ഇല്ല. അവിടെ എന്താണ് അതിന് തൊട്ട് മുന്നേ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ അതിനു മുന്നേ ട്രംപ് ഒരു മാധ്യമ പ്രവർത്തകരോട് പറയുന്നു കേട്ടു, ഇത്തരത്തിൽ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഹമാസിനെ തന്നെ ഇപ്പോൾ തൽക്കാലം ഏൽപ്പിക്കുന്നു. കാരണം ഒരു ആഭ്യന്തര കലഹം ഉടനെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പട്ടിണി, ദാരിദ്ര്യം, സമ്പത്തില്ലായ്മ ഒക്കെ ഇനി വരാൻ, കാരണം ഒരു യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം എത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ വലിയ ഒരു ആഭ്യന്തര കലഹം, ഒരു പക്ഷേ കള്ളത്തരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ അതിനെയൊക്കെ അടിച്ചമർത്താൻ ഹമാസിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹമാസിനെ ഒരു ഹമാസ് പോലും അവിടെ ഉണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നതാണ്. ഹമാസ് ഈ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഹമാസ് പറഞ്ഞിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ നിരായുധീകരണം വലിയൊരു കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഹമാസ് നിരായുധീകരണം വേണം, ആയുധം താഴെ വെക്കണം. ഇത് ഒന്നാം ഘട്ട ചർച്ചയിൽ ഈ ബന്ദിമോചനം മാത്രമായിരുന്നെങ്കിലും 2ാം ഘട്ട ചർച്ചയിൽ ഈ നിരായുധീകരണമാണ് ഏറ്റവും പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊരു തടസ്സം പറഞ്ഞിരുന്നു, നിരായുധീകരണമല്ല, ഞങ്ങളുടെ കയ്യിൽ ആയുധം വെക്കാനുള്ള പെർമിഷൻ തരണം. കാരണം സ്വന്തം ആവശ്യത്തിന്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെങ്കിലും ഞങ്ങളുടെ കയ്യിൽ വെക്കാനുള്ള ഒരു പെർമിഷൻ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് പിന്മാറാം എന്നൊരു വാക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം 72% ഗാസയിൽ മുന്നേറിയിരുന്ന ഇസ്രയേൽ പിന്നീട് അത് 52%-ലേക്ക് 52% ഭാഗത്തേക്ക് പിന്മാറി. പക്ഷേ ഇതിനൊപ്പം തന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനൊപ്പം 200 സേനകളെ അവിടെ 200 സായുധ അംഗങ്ങളെ അവിടെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇസ്രയേൽ പിൻവാങ്ങുന്നതിന് ആനുപാതികമായി അവരിവിടെ മുന്നേറിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇസ്രയേൽ അവിടുന്ന് മാറുമെങ്കിലും അവിടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ സേന നിലയുറപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹമാസിന് കൂടുതലായിട്ട് തലപൊക്കാൻ സാധിക്കില്ല എന്നൊരു ഒരു വിചാരമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഈ 7000 ഹമാസ് തിരിച്ചു വന്നു എന്നുള്ളതിന് മുമ്പും ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. മുമ്പൊരു വെടിനിർത്തൽ ഉണ്ടായിരുന്ന സമയത്ത് പലസ്തീനികളെ വീട്ടിൽ നിന്ന് വിട്ടുപോയുള്ള പലസ്തീനികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ തന്നെ ഹമാസ് കൂടെ വരികയും വീണ്ടും ഇവിടെ ഹമാസ് തലപൊക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നെതന്യാഹു ഉൾപ്പെടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ വെക്കുന്നതിനൊപ്പം തന്നെ പലസ്തീൻകാരെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതിൽ ഒരു ചെറിയ ഭയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അത് തന്നെ സംഭവിച്ചു. ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞത് ഈ തിരിച്ചു വന്നിട്ടുള്ള ഹമാസുകൾ തന്നെ ഏറ്റെടുത്തു. അത് സത്യമാണ്. ഈ പറഞ്ഞതുപോലെ ഒരു 3000 പേര് ഹമാസ് ഇനി ഉള്ളൂ, 7000 ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേൽ പറഞ്ഞെടുത്താണ് 7000-ഓളം ആൾക്കാർ. ഇത് എവിടെ ഏത് തുരങ്കത്തിൽ ഇരുന്നു എന്നുള്ളതാണ്. അത്രയേറെ ഫോഴ്സ് ഇനി എത്ര പേർ ഉണ്ട് എന്നുള്ളത്. വേറെ ഒരു കാര്യമുണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികൾ പോലും, 23 വയസ്സായാലും കുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും സജീവമായ ഹമാസ് സേനയിലെ അംഗങ്ങളായിട്ട് നിൽക്കുന്നത്. കേൾക്കണം, 8 വയസ്സ് പോലും ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഹമാസ് തന്നെ, ഇപ്പോൾ ഞാൻ ഇസ്രയേലിനെ അനുകൂലിച്ച് പറയുന്നു അല്ലെങ്കിൽ കൊലപാതകത്തിനെ അനുകൂലിക്കുന്നു എന്നുള്ളതിലൊക്കെ, ശിശുഹത്യ അനുകൂലിക്കുന്നതല്ല, ഈ ശിശുമരണങ്ങളിൽ ഉണ്ടായിരുന്നതിൽ പകുതി ഭാഗമെങ്കിലും ഹമാസിൻ്റെ തന്നെ കുട്ടിസേനകളായിരുന്നു. കാരണം ഇത് വീട്ടുകാർ തന്നെ ഇവരെ വിട്ടുകൊടുക്കാറുണ്ട്. ഇതിന് കാരണമായി പറയുന്നത്, ഈ ചെറിയ കുട്ടികളെ സേനയിലേക്ക് വിട്ടുകൊടുത്താൽ അവർക്ക് പണം കൊടുക്കും. കാരണം അവിടെ ഗാസയിലുള്ള ആൾക്കാരുടെ കയ്യിൽ പണമൊന്നുമില്ല. പണം മുഴുവനുള്ളത് ഹമാസിൻ്റെ കൈവശം തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളെ, ഈ കുട്ടികളെ വരെ വിലക്കെടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴും ഈ ദുഖ്മുഷ് ഗോത്രക്കാരുമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ഹമാസ് ഇന്നും ഒരു ശത്രു തന്നെയാണ്. അവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഹമാസ് മാത്രമാണ് അവിടെ ഏറ്റവും പണക്കാരായിട്ടുള്ളത്. അവിടെ ബാങ്കുണ്ട്, അവിടെ പണം അവർ തന്നെ പണം അടിച്ചിറക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഹമാസിന് വേണ്ടി മാത്രമാണ്. സാധാരണ ജനങ്ങൾ എന്നും അവിടെ കുടിലുകൾ, ഇപ്പം തന്നെ നമ്മൾ വീടുകൾ ശ്രദ്ധിച്ചാൽ കാണാം, അതെല്ലാം ചെറിയ കുടിലുകളും സംഭവങ്ങളും മാത്രമായിരുന്നു. ഇതെല്ലാമാണ് വിട്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെ മനുഷ്യ ബെൽറ്റുകളാക്കി വെച്ചിട്ടാണ്, പ്രതിരോധം തീർത്തിട്ടാണ് ഹമാസ് താഴെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുഖജീവിതം അവിടെ നയിച്ചിരുന്നു ഹമാസിൻ്റെ നേതാക്കന്മാർ. ഒരിക്കലും ജനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും ഇതിൽ പറയുന്നുണ്ട്, ഇവർ വീട് വിട്ട് പോയല്ലോ, പോകുമ്പോൾ ഇവർ വീടിൻ്റെ താക്കോല് വളരെ അമൂല്യമായൊരു വസ്തുവായി അവരവരുടെ കോളറിൽ പിടിപ്പിച്ചിട്ടാണ് ഏത് കാലത്ത് നടന്നിരുന്നത്. അല്ലെങ്കിൽ വലിയ ചെപ്പിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വീട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള താക്കോൽ, അവരുടെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഈ താക്കോല് മാത്രമായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ താക്കോല് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു വീടും ഇല്ല, എല്ലാം തന്നെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തിയിരുന്നു. ഇസ്രയേലിൻ്റെ ഇതിൽ തന്നെ ബുൾഡോസർ കൂടി വെച്ചിട്ടാണ് എല്ലാം ഇടിച്ചു നിരത്തിയിട്ടാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആദ്യം തന്നെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് 7 പേരെ സ്വന്തം ജനങ്ങളെ തന്നെ കൊന്നെടുക്കുന്ന ഹമാസിനെ. അതൊരു പക്ഷേ ഇസ്രായേൽ സൈന്യത്തെ ഒരുപക്ഷെ വേണ്ടുന്ന രീതിയിൽ സഹായിച്ചവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു എന്നതാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. ആദ്യമൊക്കെ മൗനമായിട്ടിരുന്നത്. കാരണം ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ബന്ദി മോചനം എന്നുള്ളത് നെതന്യാഹുവിന് ഒരു അത്യാവശ്യമുള്ള ഒരു ഘടകമായിരുന്നു. പക്ഷേ ഇന്ന് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സഹായിക്കുന്നവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഹമാസിനെയാണ് കാണുന്നത്, വെറുതെ വിടില്ല എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ഇസ്രായേൽ സേന നിൽക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് 5 പലസ്തീനികൾ കടന്നു ചെന്നു, അവരെ വെടിവെച്ചിട്ടു. ഒരു പക്ഷേ സേനയെ ആക്രമിക്കാൻ ചെന്നതായിരിക്കാം പലസ്തീൻ ജനത എന്ന് ഇതിനു മുമ്പ് ഇപ്പം ടീച്ചർ ഒരു കട്ട് അപ്പോൾ ഇതിനു മുമ്പേ പറഞ്ഞതുപോലെ ഈ 8 മുതൽ 23 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മരിച്ചവരുടെ ഗണത്തിൽ നമ്മൾ വിചാരിക്കുന്ന പലസ്തീൻ ജനതയാണ്, അവിടുത്തെ സാധാ ജനങ്ങൾ എന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ്. ഇപ്പോൾ 5 പേര് അവിടെ കൊല ചെയ്യപ്പെട്ടു, ഇസ്രായേൽ സേന അത് കൊന്നു എന്നുള്ള തരത്തിലാണ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ വരുന്നത്. അപ്പോൾ വെടിനിർത്തൽ എന്നുള്ള കരാർ ഇരുഭാഗത്തു നിന്നും എങ്ങനെയാണ് ഇനി സാധ്യമാകുന്നത്? മാത്രമല്ല ഗാസയുടെ ഒരു പുതിയ ഒരു രാജ്യം അല്ലെങ്കിൽ ഗാസ എങ്ങനെ പുനഃസൃഷ്ടിക്കണം എന്നുള്ളതും വലിയൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഒരു പക്ഷേ ട്രംപ്. ഇനി ഒന്നാമത് ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഗാസയിൽ ഇനി എപ്പോഴാണ് വെടിനിർത്തൽ തീരുകയെന്ന്. ഇതിന് പറഞ്ഞിട്ടുള്ളത് ബന്ദികളെ മാത്രമല്ല, മരിച്ച ബന്ദികളെ കൂടി തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അത് ഇന്നലെ ആയിരുന്നു ആ തിരിച്ചു കൊടുക്കേണ്ട ദിവസം. ഇന്നിപ്പോൾ ആദ്യം 4 പേരെ വിട്ടു, ഇന്നിപ്പോൾ 4 പേരുടെ കൂടി മൃതദേഹങ്ങൾ നൽകിയിട്ടുണ്ട്. ബാക്കി 20 പേര് ബാക്കിയാണ്. ഈ 20 പേരെ എവിടെയാണെന്ന് കണ്ടെത്താൻ ഹമാസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറേ പേരെ അവിടെ തന്നെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. ഈ കുഴിച്ചു മൂടിയിട്ടുള്ള ഹമാസുകൾ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഇവരെവിടെയാണ് ഇവരിട്ടിരിക്കുന്നതെന്നുള്ളത് തിരിച്ചു പിടിക്കാൻ യാതൊരു അറിവും ഇല്ല. അപ്പോൾ ഹമാസിന് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയുമില്ല. ട്രംപ് പറഞ്ഞിരുന്നു ബാക്കി 20 പേരെയും തിരിച്ചു കൊടുക്കും, 28 പേരുടെ മൃതദേഹങ്ങളും തിരിച്ചു കൊടുക്കുമെന്ന്.
പക്ഷേ അത് എവിടെയാണെന്നുള്ളത് ഹമാസിന് പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതോടുകൂടി വെടിനിർത്തൽ നിലനിൽക്കുന്നില്ല എന്നൊരു വാദം ഇസ്രയേൽ പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഈ 5 പേരെ വധിച്ചതും ഇസ്രയേലും അവിടെ എടുത്തതും. അപ്പോൾ ഇനിയും അവിടെ ശാന്തമാകുമെന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വീണ്ടും ഈ ഹമാസ് അവിടെ ഉണ്ട്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രയേലും അവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊടുത്തുവിടാത്തത് കൊണ്ട് അങ്ങോട്ടേക്കുള്ള സഹായങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരവധി സഹായങ്ങൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെന്റുകൾ, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ നിരവധി രാജ്യങ്ങൾ, ഇന്നലെ എനിക്കൊന്ന് ബ്രിട്ടൻ, അങ്ങനെ നിരവധി രാജ്യങ്ങൾ, അയർലൻഡ് ഉൾപ്പെടെയുള്ള US, ഖത്തർ, തുർക്കി, എല്ലാവരും ഒത്തൊരുമിച്ച് സത്യം പറഞ്ഞ രാജ്യങ്ങൾ ഒരു ഗാസയുടെ നല്ലൊരു പുനർസൃഷ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് നടത്താൻ എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമയോടെ നിൽക്കും. പക്ഷേ ഇത്തരത്തിൽ ഹമാസ് വീണ്ടും നിൽക്കുമ്പോൾ ആ ജനത്തിന് തന്നെ ഒരു ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഈ കേൾക്കുന്ന പ്രേക്ഷകരോട് ഈ ഹമാസിനെ മൊത്തത്തിൽ തീർത്താൽ മതി. കാരണം അത്തരത്തിൽ ഇവർ വീണ്ടും ഒരു നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജനത്തിനെതിരെയാണ്, മറ്റൊരു രാജ്യത്തിനോ അല്ലെങ്കിൽ മറ്റു അടുത്ത് കിടക്കുന്ന ഇസ്രായേലിനും എതിരെയല്ല, സ്വന്തം ജനത്തിനെയാണ് ഇപ്പോൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഈ ഹമാസിന്റെ ഒരു കൂണുപോലെ ഇങ്ങനെ മുളപൊട്ടി വരുന്നത് ഒരു പക്ഷേ തടയേണ്ടിയിരിക്കുന്നില്ലേ? അതെ, തടയാൻ വേണ്ടിയാണ് നെതന്യാഹു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നെതന്യാഹുവിന് യുദ്ധക്കുറ്റമുണ്ട്, വംശഹത്യ. കാര്യം ശരിയാണ്. ഈ കൊലപാതകങ്ങളിൽ ഒരുപാട് പലസ്തീൻകാർ മരണപ്പെട്ടിട്ടുണ്ട്, കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ തന്നെ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഹമാസിൻ്റെ ഒരു കുഞ്ഞുപോലും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആയുധം വെക്കില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രയേൽ എപ്പോഴെല്ലാം ആയുധം വെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രയേലിന് പണി കിട്ടിയിട്ടുമുണ്ട്. അതാണ് നമ്മൾ ഇതിനു മുമ്പ് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 സംഭവിച്ചതും ഇസ്രയേൽ ഒന്ന് കണ്ണടച്ച സമയത്ത്, അവരുടെ അയൺ ഡോം ഒന്ന് ഉറങ്ങിയ സമയത്ത് പറ്റിയ സംഭവമാണ്. കാരണം ഈ യഹ്യാ സിൻവർ, അതിനു മുൻപ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള യഹ്യാ സിൻവർ പടക്കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇസ്രയേൽ അറിയാതെ പോയി. അതാണ് ഇസ്രയേലിനെ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് ആവർത്തിക്കാൻ നെതന്യാഹു ഉൾപ്പെട്ട ഭരണകർത്താക്കൾ ഒരിക്കലും അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇസ്രായേൽ ആയുധം വെക്കില്ല. അത് മാത്രമല്ല, ഇസ്രായേൽ നമുക്കറിയാം ഒരു ചെറു രാജ്യമാണ്. ചെറുത്ത് നിൽപ്പ് എന്ന് പറയുന്ന ഈ ഇടയിൽ 6 രാജ്യങ്ങളുമായിട്ട് ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തിയ ഒരു രാജ്യം തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് മാത്രമേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി ഗ്രൂപ്പിനെ തകർക്കാനും പറ്റും, മറ്റൊരു രാജ്യത്തിനും പറ്റും. ഇപ്പൊ 200 സേനകളെ അമേരിക്കയിൽ നിന്ന് വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഇവരെ കൃത്യമായിട്ടുള്ള ഇവർ താമസിക്കുന്നത് എവിടെയാണ്, എന്തൊക്കെയാണ്, എന്നിട്ട് പോലെ 7000 എണ്ണം മുളപൊന്തി വന്നെന്നുള്ളത്, ഇത്രയും മൊസാദ് ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തിയിട്ട് പോലും ഇത്തരത്തിൽ ആൾക്കാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പം ഹമാസിനെ നിലംപരിശാക്കിയെങ്കിൽ ഇനി ഗാസയിൽ ഒരു സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷെ അത് തീർച്ചയായിട്ടും ട്രംപ് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഒരു ബന്ദിമോചനം ഒക്കെ നടന്ന് സമാധാനത്തിന്റെ ഒരു നൊബേൽ പ്രൈസ് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും ഉടനെ കാണില്ലെങ്കിലും ഹമാസിനെ കുറേശ്ശെയായിട്ട് നിലംപരിശാക്കും. കാരണം ഒരുപക്ഷെ ഗാസ പലസ്തീൻ ജനത പോലും ഇപ്പോൾ ഹമാസിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്ന തരത്തിലാണ്. ഒരുപക്ഷെ ജനങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ ഒത്തൊരുമിച്ച് ഈ തീവ്രവാദി ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യട്ടെ, അത് തന്നെയായിരിക്കും നമുക്കും കാണാൻ കഴിയട്ടെ എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഭീകരവാദികൾ മുന്നോട്ട് പോകരുത്, നമ്മുടെ ലക്ഷ്യം, രാജ്യത്തിൻ്റെ ലക്ഷ്യവും അതൊക്കെ തന്നെ, ഓരോ രാജ്യങ്ങളുടെയും. കാരണം ഈ മുള പൊന്തുന്നതെല്ലാം രാജ്യത്തിന് നന്മയല്ല, കേടാണ് വരുത്തുന്നത്. അപ്പോൾ നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇനിയൊരു നല്ല പുലരി ഉണ്ടാകട്ടെ ഗാസയിൽ നിന്ന് നമുക്ക് വീണ്ടും പ്രത്യാശിക്കാം.